ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഊഷ്മളമായ സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ ജാസ്മിൻ ജോസ് അവതരിപ്പിച്ച കഥ, ജോസിൽ സെബാസ്റ്റ്യൻ അവതരിപ്പിച്ച കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം ജാസ്മിൻ ജോസ് അവതരിപ്പിച്ച കഥ. കഥയുടെ പേര് സ്നേഹത്തിൻ്റെ ഇഴകൾ. സ്വരുക്കൂട്ടിയതൊക്കെയും പ്രളയമായി പെയ്യവേ, ചിതറിപ്പോയൊരാ ഉറുമ്പിൻ കൂട്ടം പോൽ വിധിയുടെ കൊമ്പനടിയിൽ തകർന്നൊരാ കൂരയിൽ ബാക്കിയായത് കേവലം നോവിൻ കഥകൾ. കാലം തെറ്റിപ്പെയ്ത ആ പെരുമഴയിൽ ഉറുമ്പിൻ കൂടുകൾ ഒന്നൊന്നായി ഒലിച്ചു പോകുന്നുണ്ടായിരുന്നു. ആത്മാവിൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഒരുക്കിവെച്ചതെല്ലാം നിമിഷനേരം കൊണ്ട് നഷ്ടപ്പെട്ടതിൻ്റെ പകപ്പിൽ ലക്ഷ്യമില്ലാതെ പരക്കം പായുന്ന ഉറുമ്പുകളെ നോക്കി നിൽക്കെ മനസ്സിൻ്റെ കോണിൽ പഴയൊരു ഓർമ്മത്താളും കാറ്റിലെന്ന പോലെ മറിയാൻ തുടങ്ങി. ജനലരികിലെ മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്ന പുസ്തകത്താളുകളെ പോലെ ആ ഓർമ്മകൾ വന്യമായൊരു കാറ്റായി പെയ്തിറങ്ങുകയാണ്. ഭൂമിയുടെ നെഞ്ചു പിളർക്കുന്ന ഇടിനാദങ്ങൾ, ആകാശത്തിൻ്റെ കോണുകളിൽ വെള്ളിടിയുടെ വെളിച്ചം വന്യമായി നൃത്തം ചവിട്ടുകയാണ്. ആ കാടിൻ്റെ വന്യതയ്ക്കും ചീവീടുകളുടെ കരച്ചിലിനും നടുവിൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയുമായി ഒരു ചെറിയ കുടിൽ. ദാരിദ്ര്യം അതിൻ്റെ സർവ്വ രൗദ്രഭാവത്തോടും കൂടി ആ 4 ചുവരുകൾക്കുള്ളിൽ കുടിയിരുന്നിരുന്നു. മുറ്റത്ത് പെയ്യുന്ന മഴയേക്കാൾ കടുപ്പമായിരുന്നു ആ വീടിനുള്ളിലെ പട്ടിണിയുടെ പെയ്ത്ത്. കുടിലിൻ്റെ ഒരു മൂലയിലെ കരിപിടിച്ച അടുപ്പിൽ അവസാനമായി ബാക്കി വെച്ച ഒരു തവിട് കഞ്ഞി. അത് തൻ്റെ 5 വയസ്സുകാരൻ മകന് വാരിക്കൊടുക്കുമ്പോൾ ആ അമ്മയുടെ ഉള്ളം പിടയുന്നുണ്ടായിരുന്നു. അമ്മേ, ഇനിയില്ലേ എന്ന അവൻ്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുൻപിൽ മറുപടി നൽകാനാവാതെ അവൾ കണ്ണുനീർ ഒളിപ്പിച്ചു. പട്ടിണിയുടെ ആഴമളക്കാൻ ആ കുഞ്ഞിന് കഴിയില്ലല്ലോ. വയറു നിറഞ്ഞെന്ന വ്യാജേന അവൻ അവളുടെ മടിയിൽ തലചായ്ച്ചു. ഒരു വശത്ത് 6 മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ് വിശപ്പിൻ്റെ കരച്ചിൽ പോലുമില്ലാതെ തളർന്നുറങ്ങുകയാണ്. മറ്റൊരു വശത്ത് 2 വയസ്സുകാരൻ. ആ അമ്മ തൻ്റെ ചിറകുകൾക്കുള്ളിൽ എന്നോണം ആ 3 ജീവനുകളെയും മാറോടണച്ചു. പുറത്ത് പ്രകൃതി രൗദ്രഭാവം പൂണ്ട് താണ്ഡവമാടുകയാണ്. കാറ്റ് ആ പുരയുടെ ഓലമേൽക്കൂരയെ പിഴുതെറിയാൻ ശ്രമിക്കുന്നുണ്ട്. മൺചുവരുകൾ മഴവെള്ളം കുടിച്ച് കുതിർന്നു തുടങ്ങിയിരിക്കുന്നു. എങ്കിലും ആ അമ്മയ്ക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു. താൻ പടുത്തുയർത്തിയ ഈ ചെറിയ ലോകം, തൻ്റെ മക്കളുടെ ഈ സ്വർഗം സുരക്ഷിതമായിരിക്കുമെന്ന്. തൻ്റെ ശരീരത്തിൻ്റെ ചൂടേറ്റ് അവർ സുഖമായി ഉറങ്ങട്ടെ എന്ന് കരുതി അവൾ പതുക്കെ കണ്ണുകളടച്ചു. വിശപ്പും തളർച്ചയും ആവോളമുണ്ടായിരുന്നിട്ടും തൻ്റെ കുഞ്ഞുങ്ങളുടെ ശ്വാസോച്ഛ്വാസം കേൾക്കുമ്പോൾ അവൾക്ക് ലഭിച്ച ആ ഒരു നിമിഷത്തെ സമാധാനം, അതായിരുന്നു അവൾക്ക് പ്രിയപ്പെട്ടത്. പക്ഷേ പുറത്ത് കാത്തിരുന്ന വിധിക്ക് മറ്റൊരു മുഖമായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ കയ്പിൽ നിന്നും മരണത്തിൻ്റെ തണുപ്പിലേക്ക് ആ കുടുംബത്തെ തള്ളിവിടാൻ പ്രകൃതി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. കാടിൻ്റെ ഇരുളിൽ നിന്നും ഒരു കൊമ്പൻ ആ കുടിലിന് മുന്നിലെത്തുന്നത് അവൾ അറിഞ്ഞില്ല. ആ അമ്മ തലചായ്ച്ചത് ഒരു നിത്യനിദ്രയിലേക്കായിരുന്നുവെന്ന് ആരും കരുതിയതുമില്ല. ഒരു വശത്ത് വിശപ്പ്, മറുവശത്ത് ഭയം. ഇതിനിടയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച ആ അമ്മയുടെ ഹൃദയമിടിപ്പ് ആ മഴയുടെ ശബ്ദത്തിൽ അലിഞ്ഞു പോകുകയായിരുന്നു. 5 വയസ്സുകാരൻ്റെ നെറ്റിയിൽ ഒരുമ്മ നൽകി
ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അവൾ കണ്ട അവസാനത്തെ സ്വപ്നം തൻ്റെ മക്കൾ വയറ് നിറയെ ഉണ്ണുന്നതാകാം. പക്ഷേ ആ സ്വപ്നം പൂർത്തിയാക്കാൻ വിധി അവൾക്ക് സമയം നൽകിയില്ല. പുറത്ത് കാറ്റും മഴയും ഒരു പ്രേത സംഗീതം പോലെ അലറുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു അത്. ഭൂമി കുലുങ്ങി. കാടിൻ്റെ ഇരുളിൽ നിന്നും കാലൻ്റെ രൂപത്തിൽ ഒരു കൊമ്പനാന ആ കുടിലിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭയാനകമായ ഒരു ചിഹ്നം വിളിയോടെ അത് ആ കൂരയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം, ആനയുടെ തുമ്പിക്കായി ആ ഓലമേൽക്കൂരയെ കടപുഴക്കി എറിഞ്ഞു. ഉണങ്ങിയ മൺകട്ടകൾ തകരുന്ന ശബ്ദത്തിനൊപ്പം ആ അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും മരവിപ്പിക്കുന്ന നിലവിളി ആ രാത്രിയെ ഭേദിച്ചു. പക്ഷേ ആ മൃഗത്തിൻ്റെ ക്രൂരത അവിടെ അവസാനിച്ചില്ല. തകർന്നു വീണ മൺചുവരുകൾക്കിടയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ച ആ പാവം അമ്മയുടെ നീണ്ട മുടിയിഴകളിൽ ആ കൊമ്പൻ തൻ്റെ തുമ്പിക്കൈ ചുറ്റിപ്പിടിച്ചു. മരണവെപ്രാളത്തിലുള്ള അവളുടെ പിടച്ചിൽ കണ്ട് ആ മൃഗത്തിന് ദയ തോന്നിയില്ല. ഒരു കൂറ്റൻ മരം കടപുഴക്കുന്ന ലാഘവത്തോടെ അത് അവളെ വായുവിലേക്ക് ഉയർത്തി. അവളുടെ മാറോട് ചേർന്നിരുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ആ ആഘാതത്തിൽ പല ദിക്കുകളിലേക്ക് ചിതറിത്തെറിച്ചു. 2 വയസ്സുകാരൻ ദൂരേക്ക് തെറിച്ചു വീണ് നിശ്ചലനായി. 6 മാസം പ്രായമുള്ള കുഞ്ഞ് അമ്മയുടെ അരികിൽ തന്നെ ചോരയിൽ കുളിച്ചു വീണു. ആ കൊമ്പൻ തൻ്റെ ഭാരമേറിയ കാലുകൾ കൊണ്ട് ആ അമ്മയുടെ ശരീരത്തിലേക്ക് അമർത്തി ചവിട്ടി. എല്ലുകൾ നുറുങ്ങുന്ന ശബ്ദം ആ മഴയ്ക്ക് കേൾക്കാമായിരുന്നു. അവളുടെ സ്നേഹം നിറഞ്ഞ ഹൃദയം ആ മണ്ണിൽ അമർന്നുപോയി. ഈ നരകയാതനകൾക്കിടയിൽ ഏതോ അത്ഭുതത്താൽ ആ 5 വയസ്സുകാരൻ മാത്രം തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഇഴഞ്ഞ് പുറത്തു വന്നു. അവൻ്റെ ശരീരം മുഴുവൻ മണ്ണും ചെളിയും സ്വന്തം കുടുംബത്തിൻ്റെ ചോരയും പുരണ്ടിരുന്നു. ചോര വാർന്നൊലിക്കുന്ന ശരീരവുമായി തണുത്തുറഞ്ഞ ആ കറുത്ത രാത്രിയിൽ അവൻ പകച്ചു നിന്നു. തൻ്റെ അമ്മയുടെ നീണ്ട മുടിയിഴകൾ ആനയുടെ കാലിനടിയിൽ പെട്ടിരിക്കുന്നത് അവൻ കണ്ടു. ചിതറിത്തെറിച്ചു കിടക്കുന്ന തൻ്റെ അനിയന്മാരെ അവൻ കണ്ടു. പക്ഷേ അവർക്ക് എന്തു പറ്റിയെന്ന് തിരിച്ചറിയാനുള്ള പ്രായം അവനില്ലായിരുന്നു. ഭയം കൊണ്ട് വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അമ്മേ എന്ന് വിളിക്കാൻ പോലുമാകാതെ അവൻ മണ്ണിൽ പുരണ്ട് ആ ദുരന്ത ഭൂമിയിൽ നിന്നും അല്പം ദൂരേക്ക് പിച്ചവെച്ച് നടന്നു. നിലയ്ക്കാത്ത മഴ അവൻ്റെ കണ്ണുനീരിനെ കഴുകിക്കളഞ്ഞു. പക്ഷേ ആ രാത്രി അവൻ്റെ മനസ്സിലേൽപ്പിച്ച മുറിവ് ഒരിക്കലും ഉണങ്ങാത്ത ഒന്നായി മാറി. ആ ചെറിയ കുടിൽ ഒരു നിമിഷം കൊണ്ട് ചോരയിൽ മുങ്ങിയ ശ്മശാനമായി മാറി. ആ കറുത്ത രാത്രിയുടെ പകൽ വെളിച്ചം ഉദിച്ചുയർന്നത് ഒരു ശ്മശാനത്തിൻ്റെ നിശബ്ദതയിലേക്കായിരുന്നു. ചോരയും മണ്ണും കലർന്ന ആ മൺകൂനയ്ക്ക് മുൻപിൽ ദൂരെയുള്ള ഗ്രാമത്തിൽ നിന്നും പാഞ്ഞെത്തിയ ഭർത്താവ് നിശ്ചലനായി നിന്നു. ഒരു ആയുസ്സിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളും ആ മൺകൂനയ്ക്കടിയിൽ അമർന്നു പോയിരിക്കുന്നു. തൻ്റെ പ്രിയതമയുടെ ആ നീണ്ട മുടിയിഴകൾ മണ്ണിൽ ചിതറിക്കിടക്കുന്നത് കണ്ടപ്പോൾ ആ കരുത്തനായ മനുഷ്യൻ്റെ നെഞ്ച് തകർന്നു. വാവിട്ട് കരയാൻ പോലും കഴിയാതെ ആ മണ്ണിൽ തലതല്ലി വീഴാനേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. ബന്ധുവീടുകളിൽ പഠിക്കാൻ പോയിരുന്ന മറ്റു 4 മക്കളും വിവരമറിഞ്ഞ് ഓടിയെത്തി. തങ്ങളെ യാത്രയാക്കുമ്പോൾ അമ്മ തന്ന ആ ഉമ്മയുടെ ചൂട് ഇന്നും നെറ്റിയിൽ ബാക്കിയുണ്ട്. കാത്തു നിൽക്കാൻ ഒരു വീടോ ചേർത്ത് പിടിക്കാൻ ഒരമ്മയോ ഇല്ലാത്ത ആ ശൂന്യതയിലേക്ക് അവർ നോക്കി നിന്നു. ചിതറിത്തെറിച്ച തങ്ങളുടെ അനിയന്മാരുടെ ചേതനയറ്റ ശരീരങ്ങൾ കണ്ടപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ നിലവിളി
ആ മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ഒലിച്ചുപോയ ഉറുമ്പിൻ കൂട്ടത്തെ പോലെ ആ കുടുംബം അനാഥമായി. പക്ഷേ വിധി അതിക്രൂരമായ മറ്റൊരു പരീക്ഷണം കൂടി അവർക്കായി കരുതി വച്ചിരുന്നു. ദാരിദ്ര്യം പത്തിവിടർത്തി ആടുന്ന ആ വീട്ടിൽ മാതാവില്ലാത്ത ആ മക്കളെ പോറ്റാൻ ആർക്കും കഴിയുമായിരുന്നില്ല. പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച ആ അച്ഛനു മുൻപിൽ വിധി വാതിലുകൾ കൊട്ടിയടച്ചു. ഒടുവിൽ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ആ മക്കളെ പിരിച്ചയക്കാൻ തീരുമാനമായി. ഒരേ വയറ്റിൽ പിറന്നവർ, ഒരേ താളം കേട്ട് വളർന്നവർ ഇന്ന് പല ദിക്കുകളിലേക്ക് യാത്രയാകുന്നു. തകർന്നുപോയ ആ മൺകൂനയിൽ നിന്നും അനാഥാലയത്തിൻ്റെ ഇരുമ്പു ഗേറ്റുകൾക്കുള്ളിലേക്ക് 2 മക്കളെ കൈമാറി. ബാക്കിയുള്ളവരെ ബന്ധുക്കൾ ഓരോരുത്തരായി ഏറ്റെടുത്തു. പിരിഞ്ഞു പോകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ പരസ്പരം നോക്കിയ നോട്ടം, അത് കാണുന്നവരുടെ കണ്ണുകൾ ഈറനണിയിച്ചു. കൈകൾ വിടുവിക്കാൻ വിസമ്മതിച്ച് അവർ കരഞ്ഞപ്പോൾ ആ അച്ഛൻ തൻ്റെ മുഖം പുത്തി നിന്നു. ഒപ്പം ആ 5 വയസ്സുകാരനും. കാലം കടന്നുപോയി. വർഷങ്ങൾ ആ മുറിവുകളിൽ മരുന്നിട്ടു. പുസ്തകത്താളുകൾ കാറ്റിൽ മറിയുന്നത് പോലെ ജീവിതത്തിൻ്റെ അധ്യായങ്ങൾ മാറിക്കൊണ്ടിരുന്നു. കോൺവെന്റിലെ തണുത്ത ഇടനാഴികളിലും ബന്ധുവീടുകളിലെ വിവേചനത്തിൻ്റെ നിഴലിലും ആ മക്കൾ വളർന്നു. അച്ഛനോടൊപ്പം നിന്ന 5 വയസ്സുകാരൻ തൻ്റെ പിതാവിൻ്റെ ഓരോ നിശ്വാസത്തിലും ആ അമ്മയുടെ ഗന്ധം തിരഞ്ഞു. ദശകങ്ങൾക്കിപ്പുറം ഇന്ന് അവർ വീണ്ടും ഒത്തുചേർന്നിരിക്കുകയാണ്. ഇന്നവർ അനാഥരല്ല. മക്കളും മരുമക്കളും പേരക്കുട്ടികളും അടങ്ങുന്ന വലിയൊരു സ്നേഹപ്രപഞ്ചത്തിൻ്റെ ഉടമകളാണ്. അന്ന് ആ കുടിലിനു മുന്നിൽ ചിതറിപ്പോയ ആ പിഞ്ചു ജീവനുകൾ ഇന്ന് അതിജീവനത്തിൻ്റെ കരുത്തുറ്റ തായ്വേരുകളായി മാറിയിരിക്കുന്നു. പരസ്പരം കൈകൾ കോർത്തുപിടിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ആ പഴയ മഴയുടെ തണുപ്പില്ല. പകരം ഒത്തുചേരലിൻ്റെ വലിയൊരു ചൂടുണ്ട്. മണ്ണടിഞ്ഞു പോയ ആ അമ്മ ആകാശത്തിൻ്റെ കോണിലിരുന്ന് ഒരു മിന്നൽ പിണർ പോലെ ഇന്നും അവരെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടാകാം. കാരണം വിധി തകർത്തെറിഞ്ഞ ആ കിളിക്കൂട് ഇന്ന് സ്നേഹം കൊണ്ട് അവർ വീണ്ടും പടുത്തുയർത്തിയിരിക്കുന്നു. സൃഷ്ടിയേക്കാൾ ഭീകരമായ സംഹാരങ്ങൾ പ്രകൃതിയിൽ നടക്കുമ്പോഴും മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ കരുത്ത് അതിനേക്കാൾ വലുതാണെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെ ഇഴകൾ ഒരിക്കലും മുറിയുന്നില്ല. സ്നേഹത്തിൻ്റെ ഇഴകൾ. ജാസ്മിൻ ജോസ് അവതരിപ്പിച്ച കഥ കേട്ടല്ലോ. ഇനി ജോസിൽ സെബാസ്റ്റ്യൻ അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ആദ്യ കവിത പെൺമണം. ഒരു എഴുത്തുകാരന് പുസ്തകപ്രകാശനമെന്നാൽ അവനെ തന്നെ ബലിയർപ്പിച്ച് പങ്കുവയ്ക്കലാണ്. സ്വന്തം ശരീരത്തിൽ നിന്നും ചോരയിറ്റുന്ന ഒരു റാത്തൽ മാംസം ചെത്തിയെടുത്ത് ത്രാസിൽ തൂക്കി വിൽക്കും പോലെ ഒരുപാട് നീറുന്ന ഒരു തരം ലഹരി പിടിച്ച കച്ചവടം. തൻ്റെ ജീവിതത്തിൻ്റെ ആ മുഴുത്ത തുണ്ടിന് നിങ്ങൾ എത്രമാത്രം വിലയിടുന്നുണ്ടെന്ന് പൊതുദർശനത്തിന് വെച്ച പുസ്തകമേശയ്ക്ക് ചുറ്റും കൂടി നിൽക്കുന്നവരുടെ കണ്ണിലേക്ക് അവൻ ആർത്തിയോടെ നോക്കും. ഇതെൻ്റെ മാംസമാണ്, ഇതെൻ്റെ രക്തമാണ് എന്നൊരു നിലവിളി അവൻ്റെ തൊണ്ടയിൽ കുരുങ്ങി ഒടുങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ ആ പുസ്തകം കയ്യിലെടുത്തു മണത്തു നോക്കിയാൽ അതിനൊരു പെണ്ണിൻ്റെ മണമായിരിക്കും. അവനെ സ്നേഹിച്ചു പോയി എന്ന ഒരൊറ്റ കുറ്റം കൊണ്ട് ഉണങ്ങിപ്പിടിച്ച കണ്ണീരിൻ്റെയും വിയർപ്പിൻ്റെയും ഉപ്പുരസമുള്ളൊരു പെൺമണം. ഇനി കൂവൽ. ചക്കക്കാലമാകുമ്പോഴാണ് നാട്ടിൻപുറത്തെ ആൺകുട്ടികൾ കൂവി തുടങ്ങിയിരുന്നത്. പറമ്പിലെ ചക്കയൊന്നിട്ട് കോടാലിക്ക് വെട്ടിപ്പകുത്ത് മൂപ്പുറപ്പിച്ചമ്മ കൽപ്പിക്കും, ആൻറ്റിയെ ഒന്ന് വിളിച്ചിടാന്ന്. അങ്കവാല് വിരിഞ്ഞ പൂവനെ പോലെ ഞെളിഞ്ഞു നിന്ന് ചെറുക്കൻ മുറ്റത്തിറങ്ങി കരോട്ടെ വീട് നോക്കി ഒരു കൂവലാണ്. കൂയ്. പാപ്പൻ്റെ മറുകൂവൽ. പൂയ്. മമ്മി വിളിക്കുന്നു, വരുവാന്നേ. പകുത്തുവച്ച ഒരു മുറി സ്നേഹത്തിനായി ആൻറ്റിയോ പാപ്പനോ മലയിറങ്ങിക്കയറും. ഒത്തിരിക്കാലം കൂടിയിന്നാള് ചക്കയിട്ട് മുറിച്ച് വേവിച്ചേച്ചും മറ്റും കോഴിയും പോത്തും പന്നിയും കൂട്ടിയടിക്കുമ്പോൾ മമ്മിയുടെ കൽപ്പന,
ഒരു ഫോട്ടോ എടുത്തേടാന്ന്. ചക്ക വേവിച്ചതിൻ്റെ കറികളുടെ ഞങ്ങളുടെ ക്ലോസപ്പ് വൈഡ് ചാഞ്ഞ ചെരിഞ്ഞ് പലതരം ഫോട്ടോകൾ വാട്സാപ്പിലെ കുടുംബ ഗ്രൂപ്പിൽ നിറയ്ക്കുന്നു. ആൻറ്റിയും പാപ്പനും മക്കളും അത് കണ്ടുവെന്നറിയുന്നതേ മമ്മിയുടെ മുഖത്ത് ചെറുചിരി വിരിയും. ഓ കൊതിയാവുന്നു അവിടുന്ന്. അടുത്ത പ്ലെയിനിങ് പോരെന്ന് മമ്മി. ബർഗർ കടിച്ചിരിക്കുന്ന കൊച്ചുമോളുടെ ഫോട്ടോ ഇങ്ങോട്ട്. ഒരു കൂവൽ മാത്രം എൻ്റെ തൊണ്ടയിൽ കുരുങ്ങിയൊടുങ്ങുന്നു. മൊബൈലാനന്തര കാലത്തെ കുട്ടികളൊക്കെ ഇനി എന്നാണ് കൂവിത്തുടങ്ങുന്നത്? അടുത്തത് ആണുങ്ങൾക്ക് ഇത്ര ആന്തു പാടുണ്ടോ? ഈ കവിതയിൽ വേറൊരു കവിത പരാമർശിച്ചിരിക്കുന്നു. അത് വിഷ്ണുപ്രസാദ് മാഷിൻ്റെ മകൾ കൈ തണുപ്പ് എന്ന കവിതയാണ്. അപ്പാച്ചി തല്ലൂന്ന് പറഞ്ഞ് അവൾ മക്കളെ പേടിപ്പിക്കുന്ന കേൾക്കുമ്പോൾ ഞാൻ എന്താടി നീ പറയുമ്പോൾ മക്കളെ തല്ലാൻ നിന്റെ ഗുണ്ടയാണോ എന്ന് നാക്ക് ചൊറിഞ്ഞു വരുന്നു. ഞാൻ പറഞ്ഞാൽ അതുങ്ങൾക്ക് ഒരനുസരണയുമില്ലെന്നേ, മക്കൾക്ക് അപ്പനെ മാത്രമേ പേടിയുള്ളൂ എന്ന് അവൾ ഇടയ്ക്കിടെ പറയുമ്പോൾ അഭിമാനമല്ലെന്നേ നെഞ്ചിലൊരു പിടച്ചിലാ വരുന്നേ. മക്കൾ നെഞ്ചേ കിടന്നു കെട്ടിമറിയുമ്പോൾ ഞാൻ മകൾ കൈ തണുപ്പ് കവിത വായിക്കുന്നു. വായിച്ചു തീരുമ്പോൾ എൻ്റെ മക്കളേന്ന് നെഞ്ചിനുള്ളിൽ കരഞ്ഞ് അവരെ ചേർത്ത് പിടിച്ചുറക്കുന്നു. ആണുങ്ങളിങ്ങനെ കരയാൻ പാടുണ്ടോ? അതൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ. വീണ്ടും ആ കവിതയിലെ വരികൾ ഞാൻ വായിക്കുന്നു. പെൺകുട്ടി വളരുകയെന്നാൽ അവളുടെ അച്ഛനിൽ നിന്ന് അകലുകയെന്നാകുമോ? ഓരോ പെൺകുട്ടിയും വളരുന്നത് അവളുടെ അച്ഛനിൽ നിന്ന് എത്രയടി അകലേക്കാണ്. ഞാൻ എന്നെങ്കിലും ഒരിക്കൽ എഴുതേണ്ടി വരുമായിരുന്ന ഈ കവിത നേരത്തെ എഴുതിയ കവിയോട് എനിക്ക് അസൂയ പൂക്കുന്നു. ആണുങ്ങൾക്ക് ഇത്ര അസൂയ പാടുണ്ടോ? അതൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ. എൻ്റെ മക്കളപ്പോൾ ഒരാൾ കൈത്തണ്ടയിലും ഒരാൾ നെഞ്ചിലും കിടന്നുറങ്ങുന്നു. വളരും തോറും മക്കളെ നിങ്ങൾ എത്ര ദൂരമിനി മാറിക്കിടക്കും. സ്കൂൾ കലോത്സവത്തിൽ മികച്ച നടനായിരുന്ന അവരോടപ്പൻ മക്കളെ ശാസിക്കുമ്പോഴെല്ലാമാണ് തന്നിലെ മികച്ച നടനെ ഇപ്പോൾ പുറത്തെടുക്കുന്നത്. അരിശം കണ്ണിലും വാക്കിലും തുള്ളി വിറച്ചവസാനിക്കുമ്പോൾ അവരെക്കാൾ വേദനിക്കുന്നത് അവരുടെ അപ്പനാണല്ലോ. അല്ലടി പിള്ളാരടമ്മേ, നീ പറയുമ്പോൾ മക്കളെ തല്ലാൻ ഞാൻ നിന്റെ ഗുണ്ടയാണോ? അല്ലടി പിള്ളാരടമ്മേ, നീ പറയുമ്പോൾ മക്കളെ തല്ലാൻ ഞാൻ നിന്റെ ഗുണ്ടയാണോ? അടുത്തതായി വിബ്ജിയോർ. മക്കളെ ഫിസിക്സ് പഠിപ്പിക്കുമ്പോഴാണ് നിന്നെ വീണ്ടും ഓർത്തത്. മക്കളെ ഫിസിക്സ് പഠിപ്പിക്കുമ്പോഴാണ് നിന്നെ വീണ്ടും ഓർത്തത്. നമ്മുടെ പ്രണയത്തിന് മഴവില്ലിൻ്റെ 7 നിറങ്ങളാണെന്ന് നീ ഇടയ്ക്കിടെ പറയുമായിരുന്നു. നമ്മുടെ പ്രണയത്തിന് മഴവില്ലിൻ്റെ 7 നിറങ്ങളാണെന്ന് നീ ഇടയ്ക്കിടെ പറയുമായിരുന്നു. വിബ്ജിയോർ മഴവില്ലിലെ കളർ പാറ്റേൺ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വിബ്ജിയോർ മഴവില്ലിലെ കളർ പാറ്റേൺ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. റെഡ് ചുവപ്പ്. എല്ലാ നിറങ്ങളും ഭാവങ്ങളും കടന്ന് നീ എന്നിൽ ഭ്രാന്തായി ചുവന്നു പൂക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നിന്നിൽ തന്നെ വട്ടം കറങ്ങുന്നു ഞാൻ. റെഡ് ചുവപ്പ്. എല്ലാ നിറങ്ങളും ഭാവങ്ങളും കടന്ന് നീ എന്നിൽ ഭ്രാന്തായി ചുവന്നു പൂക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നിന്നിൽ തന്നെ വട്ടം കറങ്ങുന്നു ഞാൻ. ഇപ്പോൾ നിറങ്ങളൊക്കെ മങ്ങി മങ്ങി വിളറി വെളുത്ത് നീയുമില്ല ഞാനുമില്ല. ഇപ്പോൾ നിറങ്ങളൊക്കെ മങ്ങി മങ്ങി വിളറി വെളുത്ത് നീയുമില്ല ഞാനുമില്ല. മക്കൾ വിബ്ജിയോർ കളർ പാറ്റേൺ വട്ടം കറക്കി വിട്ടിട്ട് നോക്കിയിരിക്കുന്നു. മക്കൾ വിബ്ജിയോർ കളർ പാറ്റേൺ വട്ടം കറക്കി വിട്ടിട്ട് നോക്കിയിരിക്കുന്നു. നിറങ്ങൾ മാഞ്ഞു പോകുന്നു. നിറങ്ങൾ മാഞ്ഞു പോകുന്നു. ഇനി ഒരു പൂച്ചയും കുറേ ഓർമ്മകളും. വീട്ടിൽ തെണ്ടിക്കയറി വന്ന പൂച്ചയാണ് മറക്കാൻ കൊതിച്ച നിന്റെ ഓർമ്മകളെ തിരികെ എത്തിച്ചത്. വീട്ടിൽ തെണ്ടിക്കയറി വന്ന പൂച്ചയാണ് മറക്കാൻ കൊതിച്ച നിന്റെ ഓർമ്മകളെ തിരികെ എത്തിച്ചത്. ഉരുമി നടന്ന് കൂടെയുണ്ട് കൂടെ കിടന്ന് അതങ്ങനെ. വീട്ടിൽ തെണ്ടിക്കയറി വന്ന പൂച്ചയാണ് മറക്കാൻ കൊതിച്ച നിന്റെ ഓർമ്മകളെ തിരികെ എത്തിച്ചത്. ഉരുമി നടന്ന് കൂടെയുണ്ട് കൂടെ കിടന്ന് അതങ്ങനെ. 4 കുഞ്ഞുങ്ങളെ പെറ്റിട്ടിട്ട് കുഞ്ഞുങ്ങളെയും വീടിനെയും എന്നെയും വിട്ട് അതും കാട് കയറിയിരിക്കുന്നു. 4 കുഞ്ഞുങ്ങളെ പെറ്റിട്ടിട്ട് കുഞ്ഞുങ്ങളെയും വീടിനെയും എന്നെയും വിട്ട് അതും കാട് കയറിയിരിക്കുന്നു. ഞാൻ എത്ര തട്ടി അകറ്റിയിട്ടും നിന്റെ ഓർമ്മകളെപ്പോലെ ആ കുഞ്ഞുങ്ങളും ഉരുമി നിൽക്കുന്നു. ഞാൻ കാലനക്കുമ്പോൾ കുഞ്ഞിക്കൈകൊണ്ട് കാലിൽ വട്ടം പിടിക്കുന്നു. കുഞ്ഞിരിപ്പല്ലുകൊണ്ട് കടിക്കുന്നു. നഖവും പല്ലും കൊണ്ട് എനിക്ക് നീറുന്നു. ഞാൻ എത്ര തട്ടിയകറ്റിയിട്ടും നിന്റെ ഓർമ്മകളെപ്പോലെ ആ കുഞ്ഞുങ്ങളും ഉരുമി നിൽക്കുന്നു. ഞാൻ കാലനക്കുമ്പോൾ കുഞ്ഞിക്കൈകൾ കൊണ്ട് കാലിൽ വട്ടം പിടിക്കുന്നു. കുഞ്ഞിരിപ്പല്ലുകൊണ്ട് കടിക്കുന്നു.
നഖവും പല്ലും കൊണ്ട് എനിക്ക് നീറുന്നു. ചാക്കിൽ കെട്ടി ദൂരെ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഞാൻ വീടെത്തും മുമ്പേ അവരാദ്യം തിരികെ എത്തുന്നു. ചാക്കിൽ കെട്ടി ദൂരെ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഞാൻ വീടെത്തും മുമ്പേ അവരാദ്യം തിരികെ എത്തുന്നു. ഹോ, ഈ പൂച്ച കുഞ്ഞിരിപ്പല്ലുകൊണ്ട് അതിലൊന്നെൻ്റെ കാൽവിരലിൽ കടിച്ചിരിക്കുന്നു. ഹോ, ഈ പൂച്ച കുഞ്ഞിരിപ്പല്ലുകൊണ്ട് അതിലൊന്നെൻ്റെ കാൽവിരലിൽ കടിച്ചിരിക്കുന്നു. ഏത് മുറിവാണ് കൂടുതൽ നീറുന്നത്? ഏത് മുറിവാണ് കൂടുതൽ നീറുന്നത്? നീ ആ പൂച്ചയും നീറ്റുന്ന ഓർമ്മകളായി പൂച്ചക്കുഞ്ഞുങ്ങളും. നീ ആ പൂച്ചയും നീറ്റുന്ന ഓർമ്മകളായി പൂച്ചക്കുഞ്ഞുങ്ങളും. അടുത്തതായി വിലക്കപ്പെട്ടതല്ല നിനക്കുള്ളത്. ഞാനെന്ന ഏതേൻ തോട്ടത്തിൻ്റെ ഒത്ത നടുവിലായി ഉയർന്നു നിൽക്കുന്ന മരത്തിൽ നിനക്ക് വേണ്ടിയല്ലാതെ മറ്റാർക്ക് വേണ്ടിയാണ് കായ്കൾ പഴുത്തു നിൽക്കുന്നത്? ഞാനെന്ന ഏതേൻ തോട്ടത്തിൻ്റെ ഒത്ത നടുവിലായി ഉയർന്നു നിൽക്കുന്ന മരത്തിൽ നിനക്ക് വേണ്ടിയല്ലാതെ മറ്റാർക്ക് വേണ്ടിയാണ് കായ്കൾ പഴുത്തു നിൽക്കുന്നത്? അതിലെ വിലക്കപ്പെട്ട കനികളുടെ ഓർമ്മയിൽ നിന്നരികിലൊരു സർപ്പം ഫണം വിരിച്ചു നിൽക്കുന്നു. അത് ചിന്തകളിലൂടെ ഇഴഞ്ഞ് നിന്നെ ഉന്മാദിനിയാക്കുന്നു. അതിലെ വിലക്കപ്പെട്ട കനികളുടെ ഓർമ്മയിൽ നിന്നരികിലൊരു സർപ്പം ഫണം വിരിച്ചു നിൽക്കുന്നു. അത് ചിന്തകളിലൂടെ ഇഴഞ്ഞ് നിന്നെ ഉന്മാദിനിയാക്കുന്നു. നീ സ്വപ്നത്തിലെന്ന പോലെ മെല്ലെ മെല്ലെ ആ മരച്ചുവട്ടിലേക്ക് എത്തുന്നു. വിലക്കപ്പെട്ട കനികളിൽ നിന്റെ കൈകളും ചുണ്ടുകളും ചേരുന്നു. നീ സ്വപ്നത്തിലെന്ന പോലെ മെല്ലെ മെല്ലെ ആ മരച്ചുവട്ടിലേക്ക് എത്തുന്നു. വിലക്കപ്പെട്ട കനികളിൽ നിന്റെ കൈകളും ചുണ്ടുകളും ചേരുന്നു. നീ ആദ്യമായി പുഷ്പിക്കുന്നു. എന്നിൽ നിന്ന് നിന്നെ ഇറക്കി വിട്ടെങ്കിലും നിന്റെ മക്കൾ ഇപ്പോഴെന്നെ ഉഴുതുമറിക്കുന്നു. എന്നിൽ നിന്നും നിന്നെ ഇറക്കി വിട്ടെങ്കിലും നിന്റെ മക്കൾ ഇപ്പോഴെന്നെ ഉഴുതുമറിക്കുന്നു. നിന്റെ പേറ്റുനോവിൻ്റെ നിലവിളി ഓർമ്മയിൽ അതിലൊരുവൻ്റെ രക്തം മാത്രം എന്നിൽ വീണു പൊള്ളുന്നു. നിന്റെ പേറ്റുനോവിൻ്റെ നിലവിളി ഓർമ്മയിൽ അതിലൊരുവൻ്റെ രക്തം മാത്രം എന്നിൽ വീണു പൊള്ളുന്നു. അവസാനമായി നിഗൂഢതയുടെ കൊട്ടാരം. നിഗൂഢതയുടെ കൊട്ടാരമേ, ഓടിത്തളർന്നും ദിക്കറിയാതെ വലഞ്ഞും നിന്റെ ഇടനാഴികളിൽ ഞാൻ ഇടയ്ക്കിടെ പിഞ്ചുകുഞ്ഞിനെ പോലെ കമിഴ്ന്നടിച്ച് വീഴുന്നു. നിഗൂഢതയുടെ കൊട്ടാരമേ, ഓടിത്തളർന്നും ദിക്കറിയാതെ വലഞ്ഞും നിന്റെ ഇടനാഴികളിൽ ഞാൻ ഇടയ്ക്കിടെ പിഞ്ചുകുഞ്ഞിനെ പോലെ കമിഴ്ന്നടിച്ചു വീഴുന്നു. വീഴ്ചകളിൽ മുറിവായും മുറിവുണക്കുന്ന മരുന്നായും ഒരേ സമയം നീ എന്നോട് ചേരുന്നു. വീഴ്ചകളിൽ മുറിവായും മുറിവുണക്കുന്ന മരുന്നായും ഒരേ സമയം നീ എന്നോട് ചേരുന്നു. പിണക്കങ്ങൾ കൊണ്ടും ഇണക്കങ്ങൾ കൊണ്ടും നീ നിന്നെ തന്നെ പുതുക്കിയെടുക്കുന്നു. പിണക്കങ്ങൾ കൊണ്ടും ഇണക്കങ്ങൾ കൊണ്ടും നീ നിന്നെ തന്നെ പുതുക്കിയെടുക്കുന്നു. നിന്നിലേക്കടുക്കും തോറും പാതകൾ ഇടുങ്ങിയതും ഞെരുക്കമുള്ളതുമാകുന്നു. നിന്നിലേക്കടുക്കും തോറും പാതകൾ ഇടുങ്ങിയതും ഞെരുക്കമുള്ളതുമാകുന്നു. നിധിവേട്ടക്കാരനെ പോലെ മുള്ളുകൾ വകഞ്ഞു മാറ്റിയും ചുഴികൾ നീന്തിക്കടന്നും മലകൾ തളർച്ചയറിയാതെ ഓടിക്കയറിയും നിലയില്ലാ കയങ്ങളിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു നീന്തിയും നീ എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നോട്ടു തന്നെ. നിധിവേട്ടക്കാരനെ പോലെ മുള്ളുകൾ വകഞ്ഞു മാറ്റിയും ചുഴികൾ നീന്തിക്കടന്നും മലകൾ തളർച്ചയറിയാതെ ഓടിക്കയറിയും നിലയില്ലാ കയങ്ങളിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു നീന്തിയും നീ എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നോട്ടു തന്നെ. പ്രണയമേ, നിഗൂഢതയുടെ കൊട്ടാരമേ, നിന്നെ പൂർണ്ണമായി അറിയാൻ എനിക്ക് കഴിയാതെ വരട്ടെ. പ്രണയമേ, നിഗൂഢതയുടെ കൊട്ടാരമേ, നിന്നെ പൂർണ്ണമായി അറിയാൻ എനിക്ക് കഴിയാതെ വരട്ടെ. ജോസിൽ സെബാസ്റ്റ്യൻ അവതരിപ്പിച്ച കവിതകൾ, ജാസ്മിൻ ജോസ് അവതരിപ്പിച്ച കഥ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. സാഹിത്യവേള സമാപിക്കുന്നു.